നിങ്ങളുടെ വ്യക്തിയുടെ ഏർലി മോർണിംഗ് തോട്ട്സ് നിങ്ങളെക്കുറിച്ച് ഇന്ന് രാവിലെ വെളുപ്പം കാലത്ത് അവർ നിങ്ങളെക്കുറിച്ച് ഉണർന്ന് എണ്ണീറ്റ് ഉടനെ ഓർക്കുമല്ലോ. എന്തായിരുന്നു ഓർത്തതെന്ന് നോക്കിയാലോ. കച്ച ചുവപ്പുള്ളതാണ് കേട്ടോ. ടെമ്പറൻസ്, ചാരിയറ്റ്, 4 ഓഫ് പെൻറ്റക്കിൾസ്, ഐശ്വര്യ, പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആയിക്കോട്ടെ, ലവേഴ്സ്, വെരി ഗുഡ്, ഹൈ പ്രീസ്റ്റസ്, എംപ്രസ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ റീസെൻ്റായിട്ട് ഒന്നുകിൽ നിങ്ങളെ കണ്ടിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പിക്ചർ കണ്ടിരുന്നു, അങ്ങനെ എന്തോ അതിനെക്കുറിച്ച് അവർക്ക് അത് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയിരുന്നു. ഒന്നുകിൽ നിങ്ങളെ കണ്ടപ്പോൾ ഇവർക്ക് കണ്ണെടുക്കാതെ നോക്കി നിൽക്കാൻ തോന്നുന്ന അത്രയും സൗന്ദര്യം അവർക്ക് ഫീൽ ചെയ്തു. ആ വിഷ്വൽസ് അവർ വീണ്ടും വീണ്ടും ഓർക്കുന്നതായിട്ടാണ് കാണുന്നത്. രാവിലെ എണീറ്റ പാട് അത് തന്നെയാണ് അവരുടെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നത്. നിങ്ങളുടെ രൂപം, നിങ്ങളുടെ മുഖം, നിങ്ങൾ പ്രത്യേക രീതിയിൽ ഡ്രസ്സ് ചെയ്തിരുന്നതായിരിക്കാം. നിങ്ങൾ ഭയങ്കര അട്രാക്റ്റീവായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് തന്നെ അവർ വീണ്ടും വീണ്ടും ഓർക്കുന്നതായിട്ടും അല്ലെങ്കിൽ ആ ഒരു പിക്ചർ വീണ്ടും എടുത്ത് നോക്കുന്നതായിട്ടും അങ്ങനെ ഒരു ഫീലിംഗാണ് എനിക്ക് മേജറായിട്ട് കിട്ടുന്നത് കേട്ടോ. രണ്ടാമത്, അവർ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തിരുന്നു. രാവിലെ എണീറ്റ് പാടെ പ്രാർത്ഥിക്കുമല്ലോ, ആ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തിരുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കണേ എന്ന് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്തേക്ക് ഓടി എത്തിയാൽ കൊള്ളാം എന്നവർക്ക് തോന്നുന്നുണ്ടായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ ഇന്നലെ നിങ്ങൾ കണ്ടിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പിക്ചർ അവർ കണ്ടിട്ടുണ്ട്. അത് കണ്ട സമയത്തുള്ള ആ ഫീലിംഗ് ഉണ്ടല്ലോ, അത് വീണ്ടും ഒന്ന് അനുഭവിക്കണം. അപ്പോൾ നിങ്ങളെ ഓടി വന്നൊന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നവർക്ക് തോന്നുന്നുണ്ടായിരുന്നു. നിങ്ങളെ പ്രതി പൊസസീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇത്രയും സൗന്ദര്യം ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും അട്രാക്റ്റീവാണ് നിങ്ങൾ, മറ്റാരും നിങ്ങളെ നോക്കരുത് എന്നൊരു ഫീലിംഗ്, നിങ്ങൾ അവരുടെ മാത്രമാണ് എന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ, പൊസസീവ്നെസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, വീണ്ടും ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് അവർ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എന്നും കാണുന്നു. നിങ്ങളിൽ നിന്നും മെസ്സേജ് വന്നിട്ടുണ്ടോ, എന്തെങ്കിലും നിങ്ങൾ ഓൺലൈൻ ഉണ്ടോ എന്നൊക്കെ അവർ നോക്കിയിരുന്നു. ഒന്നുകിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റ, അല്ലെങ്കിൽ മറ്റേതിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ അവിടെ അവർ വന്ന് നിങ്ങളെ നോക്കിയതായിട്ട് കാണുന്നു. വീണ്ടും പിക്ചറൊക്കെ നോക്കുന്നതായിട്ടും ഫോട്ടോ നോക്കുന്നതായിട്ടും കണക്റ്റ് ആവുന്നു കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ എന്തോ അപ്ഡേറ്റ് ഇട്ടത്, അങ്ങനെ എന്തോ അവർ നോക്കുന്നുണ്ട് എന്ന് കാണുന്നു. ലവേഴ്സ് വെച്ച് ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ഓർത്തത്. നിങ്ങളുടേതായിട്ടുള്ള മൂമെൻറ്റ്സ്, നിങ്ങൾ സംസാരിച്ചത്, അടുത്ത് കണ്ടത്, ഇൻറ്റിമേറ്റ് വീണ്ടും അതിനെ പറ്റിയൊക്കെ അവർ വീണ്ടും ഓർക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അതേപോലെ നിങ്ങളിൽ ഒരാൾ ഒരു ടാറോ റീഡർ തന്നെ ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങളൊരു മിസ്റ്റീരിയസ് പേഴ്സണാണ് എന്നവർക്ക് തോന്നാറുണ്ട്. എന്ന് വെച്ചാൽ മനസ്സിൽ ആക്ച്വലി ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് എന്നവർക്ക് ചില സമയത്ത് കൺഫ്യൂഷൻ വരുന്നു എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ സ്നേഹമാണ് എന്നവർക്ക് അറിയുകയും ചെയ്യാം. എന്നാലും ചില സമയത്ത് ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു ഫീലിംഗ് അതും അവർക്കുണ്ടായിരുന്നു. അതും അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ.